ചെങ്ങൈമാരെ ഒരു കഥ പറയട്ടെ. കടയിലുണ്ടായതാണ്. ഒരു കസ്റ്റമർ വന്നിട്ട് ഈ ജർമ്മനിയുടെ ഡയപ്പർ റാഷ് ക്രീം ഉണ്ടോ ചോദിച്ചു. സാധാരണ കസ്റ്റമർ പറയുക ബ്രാൻഡ് നെയിമാണ് പറയുക, അത് മദർ കൺട്രിയിലെ പറയൽ. അപ്പം ഞാനും കുറേ നോക്കി ജർമ്മനിയുടെ പേരാണ്. അപ്പോൾ എനിക്ക് തോന്നി സെറ്റാഫിൽ അല്ലെങ്കിൽ സബാമഡാവുന്നു. അത് രണ്ടും ജർമ്മൻ പ്രൊഡക്റ്റാണ്, ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കസ്റ്റമർ ഞാൻ കാണിച്ചു കൊടുത്ത് അവർക്കത് ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്, 400 രൂപയുടെ പുറത്തുണ്ട്. ഇപ്പോൾ ഹിമാലയ ആണെങ്കിൽ 20 ഗ്രാമിന് 80 രൂപ വരുന്നുള്ളൂ. സെബാമഡും സെറ്റാഫിലും ജർമ്മൻ പ്രൊഡക്റ്റ് അവിടെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യണതുകൊണ്ട് 400 രൂപ പ്ലസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, ഒരു കസ്റ്റമർ ആ പ്രൊഡക്റ്റിൻ്റെ അത് മദർ കൺട്രി വെച്ചിട്ടാണ് ഇപ്പോൾ പ്രൊഡക്റ്റുകൾ പറയുന്നത്. ജർമ്മൻ പ്രൊഡക്റ്റ്, അമേരിക്കൻ പ്രൊഡക്റ്റ് അങ്ങനെ പറയുമ്പോൾ അവർ അതിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് തോന്നുന്നത് അവർ അതിൽ അഭിമാനം കാണുന്നതെന്നാണ്. നേരെ മറിച്ച് ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് അവർ ചോദിക്കില്ല. അവരിപ്പോൾ ജർമ്മൻ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിൽ വലിയ ക്വാളിറ്റി ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. കാരണം ഇപ്പോൾ ജോൺസൺ ജോൺസൺ അമേരിക്കൻ പ്രോഡക്റ്റാണ്. ജർമ്മനാട്ടിലും വലിയ രാജ്യമാണ് അമേരിക്ക. ജോൺസൺ ജോൺസണൊക്കെ ആദ്യം ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. പിന്നെ ഇവിടെ മാനുഫാക്ചറിങ് തുടങ്ങിയപ്പോഴാണ് ഓട്ടോമാറ്റിക് വില കുറഞ്ഞത്. ഇപ്പോൾ സെറ്റാഫിലും സെബാമട്ടും വില കൂടാൻ കാരണം തന്നെ അവിടെ നിന്ന് കണ്ടുവരുന്ന ഇമ്പോർട്ടിങ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷനും GST ഒക്കെ, ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിനൊക്കെ നല്ല GST ആണ്. അതുകൊണ്ടാണ് വില കൂടുന്നത്. അല്ലാതെ വലിയ ക്വാളിറ്റി എവിടെയും കിട്ടാത്ത ഇൻഗ്രീഡിയൻറ്റ് അതൊന്നും ഉള്ളതുകൊണ്ടല്ല അതിന് വില കൂടുന്നതെന്ന് കസ്റ്റമേഴ്സ് മനസ്സിലാക്കണം. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മൾ ബിസിനസ് ചെയ്യാതിരിക്കണതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അറിയാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക. ഇപ്പോൾ ഇതിന് സെറ്റാഫിലിന് 70 ഗ്രാമിന് 410 റുപ്യാണ് MRP വരുന്നത്. അന്നേരം ഹിമാലയയുടെ ഡയപ്പർ റാഷ് ക്രീമിന് 20 ഗ്രാമിന് 80 രൂപയാണ്. എന്നാലും 70 ഗ്രാം ആകുമ്പോൾ 250 റുപ്യ താഴെ വരിക. വേറെ നമുക്ക് ഒരുപാട് ഇന്ത്യൻ ബ്രാൻഡുകളുണ്ട്. ഡെർമാഡ്യൂ, ബി4 നാപ്പി, ഹാപ്പി നാപ്പ്, റാഷ് ഫ്രീ, അങ്ങനെ ഒരുപാട് ഇന്ത്യൻ ബ്രാൻഡുകളുണ്ട്. ഹിമാലയ മാത്രമൊന്നുമല്ല. ഇവർ വിദേശ കൺട്രിയിൽ നിന്ന് കണ്ട് ഇറക്കുമ്പോൾ സെറ്റാഫിൽ സെബാമട്ട്, ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത്, സെറ്റാഫിൽ മാർക്കറ്റ് ചെയ്യുന്നത് ഗാൽഡർമ ഫാർമയാണ്. സെബാമട്ട് മാർക്കറ്റ് US ആണ്. ഇവരിവിടെ മാനുഫാക്ചറിങ് കൂടി തുടങ്ങിയാൽ ഈ പ്രൈസൊക്കെ കുറയും. ഇതിപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻറ്റും വില അവർക്ക് വരുന്നത് GSTയും പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജുമാണ് വരുന്നത്. അതുകൊണ്ട് ഇത് വില കൂടിച്ചിട്ട് ക്വാളിറ്റി ഒരിക്കലും കൂടാനും പോകണില്ല. പിന്നെ കുട്ടികളുടെ കാര്യമല്ലേ, കുട്ടികളുടെ കാര്യത്തിൽ ആൾക്കാർ ഏറ്റവും ബെസ്റ്റല്ലേ ചൂസ് ചെയ്യുക. അമ്മമാരായാലും അച്ഛന്മാരായാലും ഏറ്റവും ബെസ്റ്റിൽ ചൂസ് ചെയ്യുക. അത് മുതലെടുക്കാനാണ് പല കമ്പനിക്കാരും നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലിയ റേറ്റ് കൊടുത്ത് മേടിക്കുന്നതിന് പകരം ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യുക. നമ്മളെ ഡാബറിൻ്റെ ഉണ്ട്, ഹിമാലയയുടെ ഉണ്ട്, വിപ്രോയുടെ ഉണ്ട്, ഒരുപാട് ഇന്ത്യൻ കമ്പനികളുടെ നല്ല നല്ല പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ അത് ചൂസ് ചെയ്യാൻ പറ്റുന്നവർ അത് ചൂസ് ചെയ്യുക. പിന്നെ ചിലവർ ഈ പറഞ്ഞ് നടക്കാൻ ഉണ്ട്, എൻ്റെ കുട്ടിക്ക് ജർമ്മൻ്റെ പ്രൊഡക്റ്റാണ്, അമേരിക്കയുടെ പ്രൊഡക്റ്റാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളന്ന് ജോൺസൺ ജോൺസണൊക്കെ ഉപയോഗിച്ചിരുന്നത് അമേരിക്കൻ കമ്പനിയാണ്. അത് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക് വില തുടങ്ങി. അന്ന് ഇന്ത്യയിലെ കോമ്പറ്റേറ്റർ ഉണ്ടായിരുന്നു വിപ്രോ ആയിരുന്നു. വിപ്രോ ഓട്ടോമാറ്റിക് ജോൺസൺ ജോൺസൻ്റെ ഗ്രോത്ത് കാരണം വിപ്രോ ഇടിഞ്ഞ്. ഇപ്പോൾ ജോൺസൺ ജോൺസൺ ഇടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഹിമാലയാണ് ഇന്ത്യൻ കമ്പനിയിൽ ബെസ്റ്റ്. പിന്നെ വിദേശ കമ്പനിയുടെ സെബാമഡും സെറ്റാഫിലും ഉണ്ട്. പിന്നെ ഈ ഡയപ്പർ റാഷ് ക്രീം ഡോക്ടർമാർ എഴുതുന്ന ഒരുപാട് ബ്രാൻഡ്, ഡെർമാഡ്യൂ അടിപൊളി ബ്രാൻഡ്. HNHൻ്റെ ഇന്ത്യൻ കമ്പനിയാണ്. ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസ് ഡെർമറ്റോളജിസ്റ്റുമാർ ഒരുപാട് എഴുതുന്ന ബ്രാൻഡാണ് ഡെർമാഡ്യൂ. അതൊക്കെ ഒരുപാടുണ്ട്. സോപ്പുണ്ട്, ഷാമ്പുണ്ട്, ലോഷൻ, ക്രീം. കിഡ്സിൻ്റെ പ്രൊഡക്റ്റ് പൊതുവേ കുറവാണ്. ഈ ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ചൂസ് ചെയ്യുക. പിന്നെ വീഡിയോ ഒക്കെ കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനത്തെ മെഡിക്കൽ അപ്ഡേറ്റ്സ് തുടർന്നും വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഏതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. പിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം.